ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് അനീഷ ആദ്യം പോയി നോക്കുന്നത് അനുമോളെയാണ്. അനുമോൾ ഇന്നലെ ഹാളിലുള്ള സോഫയുടെ ഇടയിലാണല്ലോ കിടന്നത്. അത് കണ്ട അനീഷിന് അവിടെ ഒരു പാവം തോന്നും. കാരണം നല്ല തണുപ്പാണ്. ആ തണുപ്പത്ത് വെറും നിലത്ത് കിടക്കുന്ന അനുവിനെ കാണുമ്പോൾ അനീഷിന് അവിടെ ഒരു സഹതാപം തോന്നുന്നുണ്ട്. അനീഷ് അനുമോളെ വിളിച്ചിട്ട് അനുമോളെ എഴുന്നേൽക്ക്, എന്നിട്ട് ഈ സോഫയിലെങ്കിലും ഒന്ന് കിടക്ക്. എന്തിനാ ഈ വാശി കാണിക്കുന്നത്? അനുമോളെ എഴുന്നേൽക്ക്, ഞാൻ പറയുന്നത് കേക്ക് എന്നെല്ലാം പറയുമ്പോൾ അനു പറയും, കുഴപ്പമില്ല ചേട്ടാ, ഞാൻ ഇവിടെ കിടന്നോളാം. ഇവിടെ കിടക്കാൻ നല്ല സുഖമുണ്ട്, എനിക്കിവിടെ നല്ല സമാധാനം കിട്ടുന്നുണ്ട്, ഞാൻ പാട്ട് കേൾക്കുമ്പോൾ എഴുന്നേറ്റോളാം എന്തെല്ലാം അനുമോള് പറയുന്നു. അപ്പോൾ അനീഷ് പറയും, നല്ല തണുപ്പാണ്, ആ തണുപ്പത്ത് താഴെ കിടന്നാൽ തണുപ്പടിച്ച് ശരീരം കോച്ചി പോകും, പറയുന്നത് കേക്ക് അനുമോളെ എന്നെല്ലാം പറയുമ്പോൾ, കുഴപ്പമില്ല ചേട്ടാ, ഞാൻ ഉറങ്ങട്ടെ, എനിക്ക് നല്ല വയറുവേദനയാണ് എന്നെല്ലാം പറയുമ്പോൾ അനീഷ് അവിടെ നിന്ന് പോകും. എന്നിട്ട് അനീഷ് വാഷ്റൂമിലെല്ലാം പോയ ശേഷം മനുവിന് ഒരു പുതപ്പും ഒരു തലണയെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. അനുമോളെ ഇത് പുതച്ചോ, ആ കാലൊക്കെ ഒന്ന് കവർ ചെയ്തോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ അനുമോൾക്ക് പുതച്ചു കൊടുക്കുകയാണ്. സത്യം പറയാലോ, ചില ടൈമിലൊക്കെ അവിടെ ഒരു മനുഷ്യ പറ്റിയുള്ള ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും അനീഷിന് തോന്നിപ്പോകും. ഇന്നലെ തന്നെ പണിയെടുക്കാതെ നൂറയ്ക്ക് ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കിച്ചൺ ടീമിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല എങ്കിൽ എനിക്കും വേണ്ട എന്നെല്ലാം പറഞ്ഞ് അതുലയുടെയും നൂറയുടെയും കൂടെ കട്ടയ്ക്ക് അനീഷ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ആഴ്ച ലാലേട്ടൻ വരുമ്പോൾ നെവിന് വയറ് നിറച്ച് കിട്ടുമെന്നത് ഉറപ്പാണ്. അത്രമാത്രം ഒരാളായിട്ട് നെവിൻ അവിടെ ടോർച്ചർ ചെയ്തു കഴിഞ്ഞു. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.